വീറും വാശിയുമേറിയ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഓരോ വാർഡിനും പറയാൻ ഓരോ ചരിത്രമുണ്ട്. നഗരത്തിന്റെ ഹൃദയഭാഗമായ തൈക്കാട് വാർഡിൽ ആവേശം നിറഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത്. CPMന്റെ ശക്തി കേന്ദ്രമാണ് തൈക്കാട്. വാർഡ് രൂപീകരണ കാലം മുതൽ ഒരു തവണ ഒഴികെ എല്ലാ കാലത്തും CPM സ്ഥാനാർത്ഥികളാണ് ഇവിടെ ജയിച്ചിട്ടുള്ളത്. ഇത്തവണ CPM കളത്തിലിറക്കിയിരിക്കുന്നത് ആദ്യകാല SFI നേതാവ് G വേണുഗോപാലിനെയാണ്. 90-92 കാലത്ത് യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നപ്പോൾ കോളേജിന്റെ 125-ാം വാർഷികം നടത്തി സംഘാടകൻ എന്ന നിലയിൽ ശ്രദ്ധേയനായി. റിട്ടയർഡ് അധ്യാപകനായ G വേണുഗോപാലിനെ കളത്തിലിറക്കി വാർഡ് നിലനിർത്താനാണ് CPM ശ്രമിക്കുന്നത്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ തൈക്കാട് വാർഡിൽ നടത്തിയിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്കിക്കാണുകയാണെങ്കിൽ സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം തന്നെ പരിശോധിച്ചാൽ മനസ്സിലാകും. നഗരത്തിലെ സ്മാർട്ട് റോഡുകളിൽ ഏറ്റവും ദൈർഘ്യമേറിയ റോഡ് ഏതാണ്ട് വിമൻസ് കോളേജ് മുതൽ തൈക്കാട് ഹോസ്പിറ്റൽ വരെ വരുന്ന ഏതാണ്ട് 1.5 കിലോമീറ്ററോളം വരുന്ന സ്മാർട്ട് റോഡ് വളരെ മനോഹരമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തൈക്കാടിൻ്റെ ഉൾഭാഗങ്ങളിൽ ഏതാണ്ട് 9 സ്മാർട്ട് റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. തൈക്കാട് വാർഡിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ളത്. ഇവിടെ മോഡൽ LPSലായാലും മോഡൽ സ്കൂളിലായാലും ഗവൺമെൻറ് ആർട്സ് കോളേജിലായാലും ഗവൺമെൻറ്റിൻ്റെയും നഗരസഭയുടെയും നേതൃത്വത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതേസമയം UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് CMBയുടെ MR മനോജാണ്. CMBക്ക് ഏറ്റവും അധികം സ്വാധീനമുള്ള വാർഡ് കൂടിയാണ് തൈക്കാട്. വാർഡിന്റെ ചരിത്രത്തിൽ ഒരേയൊരു തവണ മാത്രം CPMന് അടിയറവ് പറയേണ്ടി വന്നതുപോലും CMB സ്ഥാനാർത്ഥിയോടാണ്. 2010-ൽ CMBയുടെ മാധവദാസ് UDF സ്ഥാനാർത്ഥിയായി വിജയിച്ചു. പക്ഷെ പിന്നീട് 2020-ൽ ഇതേ മാധവദാസ് CPM സ്ഥാനാർത്ഥിയായി തൈക്കാട് വാർഡിൽ മത്സരിച്ചു ജയിച്ചു എന്നതും മറ്റൊരു കഥ. ഇത്തവണ MR മനോജിലൂടെ അട്ടിമറി വിജയമാണ് UDF പ്രതീക്ഷിക്കുന്നത്. തൈക്കാട് വാർഡിൽ ഉൾപ്പെടുന്ന കണ്ണേറ്റുമുക്കിലാണ് CMBയുടെ രൂപീകരണം സമയത്ത് തന്നെ ഉണ്ടായത് പ്രവർത്തനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ CMB ഇവിടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആ പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഈ നാട്ടിലെ തൈക്കാട് ഒരുപാട് വികസനങ്ങൾ ഇനിയും നടക്കാനുണ്ട്. 10 വർഷമായി കണ്ണേറ്റുമുക്കിലെ മാർക്കറ്റ് തകർന്നു കിടക്കുകയാണ്. ഇതുവരെ അതിൻ്റെ ഒരു പൂർത്തീകരണം ഉണ്ടായിട്ട് അത് പൂർത്തീകരിക്കണം. ഒരുപാട് കുടിവെള്ള പ്രശ്നങ്ങളുണ്ട്, ഡ്രൈനേജ് പ്രശ്നങ്ങൾ വീട്ടുകാരും പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കേണ്ടതുണ്ട്. മാത്രമല്ല തിരുവനന്തപുരം നഗരസഭ നമ്മളെല്ലാം കാൽനൂറ്റാണ്ട് കൊണ്ട് കണ്ടതാണ്. അതിനെതിരെയുള്ള ഒരു ജനവിധിയും ഒരു വിധിയെഴുത്തുമായിരിക്കും ഈ തെരഞ്ഞെടുപ്പും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഓരോ വീടുകൾ സന്ദർശിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ BJP ആകട്ടെ ഇക്കുറി കളത്തിലിറക്കിയിരിക്കുന്നത് ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് K അനിരുദ്ധന്റെ മകനും A സമ്പത്തിന്റെ സഹോദരനുമായ A കസ്തൂരിയെയാണ്. കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം വിട്ട് ആധ്യാത്മികതയിലേക്ക് തിരിയുകയും ഹിന്ദു ഐക്യവേദി ജില്ലാ അധ്യക്ഷൻ എന്ന പദവി വഹിക്കുകയും ചെയ്യുമ്പോഴാണ് കസ്തൂരി മത്സരരംഗത്ത് വരുന്നത്. ഈ വെള്ളപ്പൊക്കത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് അവരെ പുനരധിവസിപ്പിക്കാൻ, അവർക്ക് പുതിയ വീടുകൾ വെച്ച് നൽകാൻ, അതിനു വേണ്ടിയിട്ട് വളരെ ഫാസ്റ്റായിട്ട് മാനുഫാക്ചർ ചെയ്ത വീടുകൾ അവർക്ക് കൊടുക്കാം. എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ കൗൺസിൽ മെമ്പറാണെങ്കിൽ ആ കൗൺസിലിൽ ഞാൻ ഇങ്ങനെയുള്ള ഒരു പ്രപ്പോസൽ അവതരിപ്പിക്കും. ഇനിയൊരു കാര്യം, തിരുവനന്തപുരം പട്ടണത്തിലെ വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റൽ സർക്കാരിൻ്റെ ആശുപത്രി, ഇപ്പോഴും ആ ആശുപത്രിയിൽ കുടിവെള്ളമില്ല, കഴുകാനുള്ള വെള്ളമില്ല. ഈ രീതിയിലാണ് ആ ആശുപത്രി പ്രവർത്തിക്കുന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു കൗൺസിലർ എന്ന നിലയിൽ ഈ പട്ടണത്തിൻ്റെ ആവശ്യമെന്നുള്ള നിലയിൽ ഇവിടെ വരാൻ പോകുന്ന BJP നേതൃത്വം നൽകുന്ന കൗൺസിൽ ഇതിനുള്ള പ്രവർത്തനത്തിന് മുൻകൈയെടുക്കും. അവിടുത്തെ വികസനം ഉണ്ടാവണം, അവിടുത്തെ കുടിവെള്ളത്തിൻ്റെ സംവിധാനത്തിന് ഒരു പരിഹാരമുണ്ടാക്കണം. അത് ചെയ്തേ പറ്റൂ. 3 മുന്നണി സ്ഥാനാർത്ഥികളും ആദ്യകാല SFI നേതാക്കളാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. അമൃത ന്യൂസ്, തിരുവനന്തപുരം.